നമസ്കാരം. 11 ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെടെ അവരുടെ ഫാമിലി അംഗങ്ങൾ ഉൾപ്പെടെ 30 ലക്ഷത്തോളം പേർക്ക് സൗജന്യമായ ചികിത്സാ പരിരക്ഷ ലഭിക്കുന്ന മെഡിസപ്പിന്റെ ഒന്നാം ഘട്ടം ഈ കഴിഞ്ഞ ജൂണിൽ അവസാനിച്ചിരുന്നു. രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകും എന്നുള്ളതിനാൽ ഇതിന്റെ കാലാവധി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചു നൽകിയിരുന്നു. 6/8/2025 ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം മെഡിസപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷമായിരുന്നത് 5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ പാക്കേജിൽ ഉൾപ്പെടുത്താതിരുന്ന ചില ചികിത്സകൾ, അതിൽ പ്രധാനമായിട്ടുള്ളത് ഹൃദയത്തിൻ്റെ പമ്പിംഗ് എബിലിറ്റി കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതിനെ CRT എന്നാണ് വിളിക്കുന്നത്. ഇതിന് 6 ലക്ഷമാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിന് പേസിംഗ് സപ്പോർട്ട് നൽകുകയും ഒപ്പം ഹൃദയത്തിൻ്റെ റിഥം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ICD എന്നൊരു ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്യുന്നതിനുള്ള ICD ഡ്യുവൽ ചേംബർ, അതിന് 5 ലക്ഷം രൂപയുമാണ് ഈ പാക്കേജിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ കാൽമുട്ട് മാറ്റിവെക്കലും ഇടുപ്പല് മാറ്റിവെക്കലും ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകളും ഈ അടിസ്ഥാന ബെനിഫിറ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകളാണ് ഈ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ മെഡിസപ്പ് പദ്ധതിയുടെ കാലാവധി 3 വർഷമായിരുന്നെങ്കിൽ ഈ വർഷം അത് 2 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. ഈ 2 വർഷത്തേക്ക് 40 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് ഈ ഇൻഷുറൻസ് കമ്പനി, ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ടെൻഡർ വിളിക്കുന്നത് ആ ഇൻഷുറൻസ് കമ്പനി മാറ്റിവെക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 10 തരത്തിലുള്ള ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകൾ പുതിയ ഘട്ടത്തിൽ ഉണ്ടാകും. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ 1% വരെ മുറിവാടക നൽകും. സർക്കാർ ആശുപത്രികളിലാണെങ്കിൽ പേ വാർഡിന് ഒരു ദിവസം 2000 രൂപ വരെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ടാം ഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI ആനുകൂല്യം ലഭിക്കാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും ഈ മെഡിസപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. 3 വർഷത്തിൽ നിന്നും 2 വർഷമായി ഇൻഷുറൻസ് പദ്ധതിയുടെ കാലാവധി കുറച്ചു. അതിനോടൊപ്പം തന്നെ രണ്ടാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും ചിലപ്പോൾ വർധനവ് ഉണ്ടായേക്കാം. ആദ്യത്തെ വർഷം പാക്കേജ് 5 ലക്ഷം രൂപയാണ്. ചിലപ്പോൾ രണ്ടാം വർഷം പാക്കേജിലും വർധനവുണ്ടാകും. അതിനനുസരിച്ച് പ്രീമിയത്തിലും വർധനവ് ഉണ്ടായേക്കാം. മെഡിസപ്പിൽ എംപാനൽഡ് അല്ലാതിരുന്ന ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചില ചികിത്സകൾക്ക് ഇപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് ഹൃദയാഘാതം, പക്ഷാഘാതം, വാഹനാപകടം, ഇവയ്ക്കാണ് റീഇംബേഴ്സ്മെൻറ്റ് അനുവദിക്കുന്നത്. ഇത് കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട 10 ചികിത്സകൾ കൂടി റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾക്ക് 13 ഇനം ചികിത്സകൾക്ക് ഇനി മുതൽ റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കും. അത് ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. 13 ഇനം ചികിത്സകൾക്ക് നമുക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കും. തുടർച്ചയായ ചികിത്സ ആവശ്യമായി വരുന്ന ഡയാലിസിസിനും കീമോതെറാപ്പിക്കും ഇൻഷുറൻസ് പോർട്ടലിൽ 1 ടൈം രജിസ്ട്രേഷൻ അനുവദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയം മെഡിക്കലും സർജിക്കലുമായ പാക്കേജുകൾ ഒരുമിച്ച് ചേർത്ത് അംഗീകാരം നൽകുമെന്നാണ് പുതിയ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അഡ്മിറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന കൺസൾട്ടേഷൻ, ലാബ് ടെസ്റ്റ്, അപ്പോൾ നമുക്ക് തരുന്ന മരുന്നുകൾ, ഇതിൻ്റെ എല്ലാം പണം നമ്മൾ അടയ്ക്കണമായിരുന്നു. അതിനുശേഷം അഡ്മിറ്റ് ആയതിനു ശേഷമാണ് മെഡിസപ്പിൻ്റെ പാക്കേജിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ പുതിയ ഘട്ടത്തിൽ അങ്ങനെയല്ല. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള 3 ദിവസത്തെ ചിലവ്. 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, 3-ാമത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ ചെന്ന 3 ദിവസത്തെ ചിലവ് ഈ മെഡിസപ്പ് പാക്കേജിൽ ഉൾപ്പെടുത്തും. ഈ ചിലവെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഡിസിൻ ചിലവ്, അതുപോലെ തന്നെ ലാബ് ടെസ്റ്റ്, കൺസൾട്ടേഷൻ, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ചികിത്സ കഴിഞ്ഞ് നമ്മൾ പോയാൽ പിന്നീടുള്ള 5 ദിവസത്തേക്കുള്ള ചിലവ് ഈ മെഡിസപ്പ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ്റെ 3 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെ 5 ദിവസത്തെയും ചിലവുകൾ നമുക്ക് ഈ രണ്ടാം ഘട്ട മെഡിസപ്പ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ സഹായമായിട്ടായിരിക്കും എല്ലാവരും കാണുന്നത്. കാരണം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ചിലവുകൾ എല്ലാം കൂടി ഒരു 10-15,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയെടുക്കും. അതിനുശേഷമേ നമ്മൾ അഡ്മിറ്റ് ആക്കുകയുള്ളൂ. പക്ഷേ അത് ഇനി മുതൽ നടപ്പില്ല. ആദ്യത്തെ ഒരു 3 ദിവസത്തെ ചിലവ് മെഡിസപ്പ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അപ്പലറ്റ് അതോറിറ്റി തലത്തിലും 3 തലത്തിൽ പരാതി പരിഹരിക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വരും. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള മെഡിസപ്പ് കാർഡിൽ QR കോഡൊന്നുമില്ല. എന്നാൽ ഇനി മുതൽ ലഭ്യമാക്കുന്ന മെഡിസപ്പ് കാർഡിൽ QR കോഡ് സംവിധാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വളരെ വേഗം ലഭ്യമാക്കുന്നതിനാണ് ഈ QR കോഡ് സംവിധാനം മെഡിസപ്പ് ID കാർഡിൽ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഒരു കരാറിൽ ഒപ്പിട്ടതിന് ശേഷം ആ കരാർ വ്യതിചലിക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ അതുണ്ടാകില്ല. കരാറിൽ നിന്നും മാറുന്ന ആശുപത്രികൾക്കെതിരെ
കർശനമായ നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ള SOP ഇൻഷുറൻസ് കമ്പനി തയ്യാറാക്കേണ്ടതാണ്. നമ്മുടെ രോഗചികിത്സയ്ക്ക് ആവശ്യമായ ചികിത്സകളായിരിക്കില്ല ചിലപ്പോൾ അവർ നടത്തുന്നത്. അവർക്ക് കൂടുതൽ പണം കിട്ടുന്ന ഏത് ചികിത്സയാണോ ആ ചികിത്സ കൂടി ഇതിൽ ഉൾപ്പെടുത്തി അങ്ങ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആ തുക അവർ ഈടാക്കുന്നുണ്ട്. ആര്? ഈ ഹോസ്പിറ്റലുകാർ. ഇനി മുതൽ ആ രീതിയിലുള്ള സംവിധാനം ഉണ്ടാകരുത്. ആ രീതിയിൽ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതോറിറ്റിയുടെ സേവനം കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഒന്നാം ഘട്ടത്തിൽ മെഡിസപ്പ് പദ്ധതി പ്രകാരം ചെലവഴിച്ച ക്ലെയിമുകളുടെ ഒരു വിവരം കൂടി മന്ത്രിസഭാ തീരുമാനത്തിനോടൊപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. ആകെ ക്ലെയിമുകളുടെ എണ്ണം 10,52,121. അതിനുവേണ്ടി അനുവദിച്ച തുക 1911.22 കോടി രൂപ. 2256 അവയവമാറ്റ ചികിത്സാ ക്ലെയിമുകൾ നടന്നു. അതിൽ 67.56 കോടി രൂപയാണ് ചിലവായിരിക്കുന്നത്. 1647 റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിമുകൾക്ക് 9.61 കോടി. ഈ മെഡിസപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ സാങ്കേതിക യോഗ്യത നേടിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ മാത്രമാണ് ഈ രണ്ടാം ഘട്ട ടെൻഡറിംഗ് നടപടികളിൽ പങ്കെടുപ്പിക്കുക എന്നും മന്ത്രിസഭാ തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രിസഭാ തീരുമാനത്തിൽ ഇനിയും മാറ്റങ്ങൾ വന്നേക്കാം. സർവീസ് സംഘടനകളുമായിട്ടൊക്കെ ആലോചിച്ച് ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി എത്രയും പെട്ടെന്ന് തന്നെ മെഡിസപ്പ് പദ്ധതി വീണ്ടും ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വർക്കിംഗ് ക്ലാസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർ ഈ വിവരങ്ങൾ അറിയട്ടെ. ഒന്ന് ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.